ഒരു കൊട്ടാരത്തിൽ വന്ന പോലുണ്ട്. സുഹൃത്തെ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇത് കുറുപ്പിന്റെ മകനല്ലേ? ശരണാണോ? അല്ലല്ല സ്പീഡോ. ഗേൾസ് നോട്ട് അലൗഡ് ദിസ് ഗാങ് ഹൗസ്. അതെ അതെ, നമുക്ക് ഗ്യാങ് ഹൗസ് കാണിക്കാൻ കൊണ്ടുവന്നതാണ്. ഓക്കേ, വരൂ വരൂ. ഇതാരാണ്? നിങ്ങളുടെ ഇത് പേര്? ലില്ലിക്കുട്ടി. ലില്ലി. ഓക്കേ, ലില്ലി ഒറ്റ തവണ മാത്രമേ കാണിക്കുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, എന്റെ അനുഗ്രഹം ആശീർവാദവും നൽകട്ടെ കാരിക്കോ. ഓക്കെ. ഇതെന്താ സിഗ്മയാണോ? നിങ്ങള് ഗേൾസിനെ കേട്ടൂല? ഞങ്ങൾ അല്ല, ഗ്യാങ് ഹൗസിൽ അങ്ങനെ ഗാങ് ഹൗസ് കാണാൻ കയറാം. ഒരു തവണ കാണാം. ഓക്കെ. ഗ്യാങ് ഹൗസ് ഒരു പ്രാവശ്യം, ഒരാൾക്ക് ഒരു പ്രാവശ്യം അത് കാണാൻ കഴിയും. ഓക്കെ. പിന്നെ എന്നെ അപ്പോയിന്റ്മെന്റ് എടുത്താൽ ഞാൻ സെറ്റ് ആയി തരും. ഓക്കെ, വെൽ നോട്ടഡ്. ഫസ്റ്റ് പുറത്ത് കണ്ടോ? ഗോഡ് ഫാദറിനെ കണ്ടോ? ഇല്ല. ഗോഡ് ഫാദറിനെ കണ്ടിട്ട് വരൂ സുഹൃത്ത്. ഫസ്റ്റ് വാ. ഗോഡ് ഫാദറിനെ എങ്ങനെ കാണും? ഇപ്പൊ ഓൺലൈൻ ഉണ്ടോ? ഇല്ല, ദാണ്ടെ നമ്മുടെ ഗോഡ് ഫാദറിനെ നമ്മൾ ഇവിടെ സ്റ്റാച്ചു ഉണ്ടാ? ഗോഡ് ഫാദർ ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടല്ലോ. അതെ അതെ അതെ, ഇവിടെ വേറെ തന്നെ ആംബിയൻസ് ആണ്. പീസ് ആണല്ലേ? പീസ്. അതെ, ഇവിടെ വേറെ തന്നെ ഒരു അല്ലേ ഇറക്കി. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വേറെ തന്നെ ശരി, ഇവിടെ വന്ന് നിങ്ങളുടെ പ്രോപ്പർട്ടി ഡാമേജ് ആക്കിന്ന് പറയാനല്ലേ? കിട്ടിയത് ഓക്കെ അല്ലടാ. വെള്ളം വേണോ? നിങ്ങളൊക്കെ എന്താ ഇവിടെ? എന്റെ ലൈഫും പോയി. അപ്പാപ്പനോടെ അപ്പുള്ളുണ്ട്. അതായത് ഇതിന്റെ ഒപ്പം വന്ന ചെറുക്കനെ കണ്ടാ? ഇതിന്റെ ഒപ്പം വന്ന ചെറുക്കനെ കണ്ടാ? അപ്പാപ്പ ഇത് ലില്ലിക്കുട്ടി. ഹായ് ഹായ്. സോറി. ഇതാര് കാവിലെ ഭഗവതിയോ? അത് കഴിഞ്ഞൊരു പാട്ടുണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു? താമരപ്പൂവിൽ വാഴും ദേവിയല്ലേ? അത് കൊള്ളാം. ദേവി എന്താ പേര് പറഞ്ഞു? ലില്ലി എന്ത് ചെയ്യുന്നു? ലില്ലി ചേച്ചി ഒന്നും ചെയ്തില്ല ഇതുവരെ. നിന്നൊന്ന് കാണണേടാ, ഞാൻ ആ പിള്ളേർക്ക് ബോറടിക്കില്ല. ഇപ്പൊ വരാം. നിങ്ങൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇതെവിടുന്ന കിട്ടിയേ? ഇതെവിടെ കിട്ടിയെന്നോ? ഇതെവിടുന്ന കിട്ടിയേ ഈ ഒരു സൗന്ദര്യം? അതൊക്കെ ചോദിക്കണ്ടേ? ചോദിക്കണ്ടേ? നേരത്തെ കണ്ട ആ ബീച്ചിലോട്ട് ചാടി കൊടുത്തേക്ക്. ഇതല്ല എന്റെ താമരപ്പൂവിൽ രാവിലെ അപ്പാപ്പൻ ഈ ബോഡി വെച്ച് ഇങ്ങനെ ഷൈ ആയിട്ട് നിക്കല്ലേ പാപ്പ? ഇവന്മാര് ഇല്ല, ഞാനില്ല ലില്ലി. ഇവന്മാര് ഇവൻ സത്യായിട്ടും ഇവൻ സത്യായിട്ടും നീലമുടി സത്യായിട്ടും ഇവൻ സത്യായിട്ടും നീലമുടി സത്യായിട്ടും നമ്പർ സത്യാവൂട്ടാ. അല്ല, ഇവര് ഒരു കാര്യം ചെയ്യും, മൂന്നാക്കണ നമ്പർ എന്ന പ്രശ്നം തീർന്നില്ലേ? ഹാട്രിക്. അപ്പാപ്പന്റെ നമ്പറൊക്കെ എല്ലാവരും അടിപൊളിയാന്ന് പറയുന്നത് കേട്ടോ. അപ്പൻ കോണ്ടാക്ട് ലിസ്റ്റിൽ വന്ന ഐശ്വര്യാന്നാ പറയുന്നത് കേട്ടോ. ഞാൻ
എല്ലാരും ഫോൺ എടുത്തോണല്ലോ, ഞാനും ഫോൺ ആ, എടുത്തോളാം. എന്നാ ഞാൻ അയ്യോ, അല്ല അങ്ങനെ എല്ലാരും എടുക്കണ്ട, അങ്ങനെ എല്ലാരും അയ്യോ, എടുക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര റേഡിയേഷൻ ആ, radiation phone എടുത്തേക്ക്, phone പക്ഷികൾ എടുത്തേക്ക്. ചാവുന്നു, കുഴപ്പമില്ലല്ലോ. അയ്യോ തല കറങ്ങണേ, എനിക്ക് തല കറങ്ങണേ. പക്ഷികൾ ചാവുന്നു, പക്ഷികൾ കത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഫോണിൽ. അത് phone തല എടുത്തേക്ക്, കറങ്ങണേ. phone എടുത്തേക്ക്. അയ്യോ അയ്യോ എനിക്ക് തല കറങ്ങണേ. ലില്ലി, അത് എനിക്കറിയത്തില്ല ഇപ്പൊ. അല്ല അത് അത് നല്ലൊരു കുട്ടി എന്റെ ബോധം ഒഴിവ് പോലെ വിളിച്ചോളാം കേട്ടോ. ഒഴിവില്ല അവൾക്ക് തന്നെ. അല്ല ഞാൻ ഭയങ്കര ഫ്രീ ആണ്, അതാ ഞാൻ പറഞ്ഞു. അല്ല മച്ചാന്റെ പേരെന്താ? എന്റേതാണാ മുഹമ്മദ് വാക്സ്. ആ നമ്പർ ബ്ലോക്ക് ചെയ്തേക്കെ, മുഹമ്മദ്. കൊള്ളാടാ കൊള്ളാടാ. നേരത്തെ എന്താ പറഞ്ഞ പിക്കപ്പ് ലൈൻ പറഞ്ഞേ? അതിപ്പം പറഞ്ഞാട്ടോ, അതാണ്. വിളിക്കുമ്പോ എടുക്കാതിരുന്നാ ഞാൻ മതി. പറഞ്ഞെടുക്കാം. അതെ അവരുടെ നമ്പർ ഒന്നും കണ്ടോ എടുക്കണ്ട. അത് ഞാൻ അപ്പാപ്പനെ പോലെ 24 മണിക്കൂറൊന്നും വിളിക്കൂല, ആണ്ടിൽ എപ്പോഴും ഒന്ന്. അതിനെ അപ്പാപ്പനെ അവിടെ വിളിക്കുന്നു. ചുമ്മാ കുറ്റം ഞാൻ ആൾറെഡി പറഞ്ഞില്ല ജിത്തു മോനെ, അപ്പാപ്പന്റെ ഗേൾ ഫ്രണ്ട് അല്ല ഫ്രണ്ട്സ് ആണെന്ന്. നിങ്ങളെല്ലാം സിഗ്മയാണെന്നാണ് അറിഞ്ഞത്. അതെ ഇവരെല്ലാം സിഗ്മ. അതെ. അതെ അല്ല നിങ്ങള് വീട് കണ്ടു കഴിഞ്ഞില്ലെങ്കിൽ വല്ല ചോദിക്കട്ടെ. വീട് കാണിച്ചു തരാം. ബാ, ബാ. ഈ എല്ലാ സിഗ്മക്ക് കന്നഡ ഉണ്ട്, എന്തിനാ അറിയോ? കണ്ണീര് കാണാതെക്കാനാണേ. കണ്ണട ഉരിക്കണേ. ശ്രദ്ധിക്കണ്ടേ? 51 പരിഹാരമല്ല നമ്മളെ തീ തൊടല് കത്തുവേ, ചൂടാണേ. തള്ളല്ലേ, തീ തൊടല് കത്തിപ്പോവും. ബാർബിക്യൂട്ട് കൊണ്ട് പിന്നെന്തിനാ ഈ തീ ഇവിടെ വെച്ചേക്കുന്നത്? വെട്ടം കാണാനോ? ബാക്കിയുള്ളവര് അബദ്ധത്തിൽ അങ്ങ് വേണ്ട വന്ന് കയറി അവര് കത്തിപ്പോട്ട്. ഇതാണ് നമ്മുടെ മീറ്റിംഗ് ഏരിയ. എന്താ ഏരിയ? മീറ്റിംഗ് ഏരിയ. ഗ്യാങ് മീറ്റിംഗ്, അതായത് നമ്മുടെ ഡിസിഷൻ എടുക്കാൻ മുമ്പ്. ലൈറ്റിംഗ് ഉണ്ട്. സെറ്റപ്പ് ആയിട്ടുണ്ട്. ലൈറ്റ് കത്തുവോ? അതൊക്കെ വണ്ടി നമ്മള് ഓണാക്കണം. അതായത് മറ്റേ ഇല്ല, മറ്റേ സാധാരണ ലൈറ്റിന് പകരം ആ വണ്ടി അങ്ങ് തൂക്കിയിട്ടേക്കുക. അപ്പൊ ആ സമയം വണ്ടിയുടെ ലൈറ്റും കിട്ടാതില്ല. രാജുഭായി, പരിചയപ്പെട്ടോ? ഹലോ ഇത് Hello. ലില്ലി ചേച്ചി. ഇത് രാജുഭായി. ഹലോ ലില്ലി. ഹലോ ഹായ്. നൈസ് ഞാൻ രാജു ബൈ. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ്. ആ ഫോട്ടോ പറഞ്ഞോ. അത് തന്നെ റേഡിയോ മാർക്ക് കറക്റ്റ് ടൈമിൽ. നോക്കണേ. ബ്രോ മീൻ വേണ്ട ബ്രോ, ഇവിടെ മീനൊന്നും വേണ്ട. എന്താണ് ബ്രോ? ഹലോ പുതിയ മെമ്പർ. അതെ. രാജുഭായി ബ്രോ ആരാണ്? മീനാണോ? ഈ കുട്ടിയുടെ ഫ്രണ്ടാണ്, കുട്ടിയുടെ ഒപ്പം വന്നേ. കുട്ടിയുടെ പേരെന്താ? കുട്ടിയുടെ പേര് ലില്ലിക്കുട്ടി. വീര്യമായൊരു സംഭവം നടത്തിയിട്ട് പോയതിനു ശേഷം number പോലും ഹായ്. നേരത്തെ കാവിലെ ഭഗവതി എന്നല്ലേ പറഞ്ഞു? അതെ. അല്ല ചേച്ചി. അവർക്കൊന്നും അല്ല അത് നമ്മള് ഭംഗി കൊണ്ട് ഉപമിച്ചാണല്ലോ അല്ലേ? ഞാനത് ആ ശരി. ഇങ്ങോട്ട് വന്നത്? എന്താണ് ഒരു കാര്യം? ദാ കയ്യിൽ നടക്കട്ടെ അമ്മ. ഈ ഫോട്ടോ അമ്മ ബ്രോ കണ്ടേ കണ്ണട ഊരിയില്ലേ? സന്തോഷം കിട്ടും അമ്മ ബ്രോ, കണ്ടേ സന്തോഷം. ഇനി നമുക്ക് കാണാം, പിന്നെ കാണാം. നമുക്ക് അപ്പൊ അടുത്ത റൂമിലേക്ക് പോവാം. ഫോട്ടോ പറ്റി വിവരിച്ചു കൊടുക്കണ്ടേ കൊച്ചിനെ? അല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു സംസാരിക്കണ്ട കേട്ടോ. ഇങ്ങനെ തലയെ കെട്ടി വന്ന് പെണ്ണുങ്ങൾ തട്ടിക്കൊണ്ടുവന്ന് കുറെ പേര് സിറ്റി ഇറങ്ങുന്നത് ഞാൻ കേട്ടു. ആ സത്യമാണെന്ന് എനിക്കറിയില്ല. അയ്യോ. രാജുഭായി അമ്മ കേട്ട് നടക്കട്ടെ. എന്റെ കയ്യിലുണ്ടടാ തോക്കി രണ്ടെണ്ണം. താല്പര്യമില്ല. താല്പര്യമില്ല. ഇറക്കി പറ. എന്താണ്? ആരാണ്? എനിക്കറിയത്തില്ലേ താങ്കളെ? താങ്കൾ തട്ടിക്കൊണ്ടുവന്നാണോ? രാജുഭായി കൂടെ ഓടി വരെയാണല്ലോ. നമ്മളെവിടെ നിക്കണേ? നമ്മളിവിടെ നിക്കണേന്ന് അറിയാതെ കറക്റ്റ് വന്നടാ. ഞാൻ പുറത്ത് കാണാൻ പോണേ. പോയിട്ടോ. നേരെ ആൾക്കാരൊന്നും പേടിക്കണ്ടേ. ഇവിടെ എന്താ? താഴെ നടന്ന ലില്ലി താഴെ വന്നു. പണ്ട് ഏതെങ്കിലും ഗെയിം കളിച്ചിട്ടുണ്ടോ എന്ന് ഓർത്ത് നോക്കി. ഇവിടെ കൂടെ നടന്നു പോകുമ്പോ പണ്ട് ടെമ്പിൾ റൺ. ടെമ്പിൾ റൺ നമ്മൾ ആ തീം ഒന്ന് ഇതെടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തതാ. കൊള്ളാം. ഓർമ്മകൾ. വെറൈറ്റി ആയിട്ടുണ്ട്. നെക്സ്റ്റ് Yes. അവിടെ നിന്നൊക്കെയല്ലേ എല്ലാരും ഇങ്ങോട്ടൊക്കെ വന്നത്. അതെ. വളരെ കറക്റ്റ്. വന്ന വഴി മറക്കരുത്. സത്യം.
ഇതെന്താ സംഭവം? ഇതെങ്ങോട്ട്? താഴെ കൊണ്ടാക്കിയ തിരിച്ച് ഗ്യാങ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ ഇയാൾക്ക്? എനിക്കോ? ആ. അതെങ്ങനെയാ പറ്റുന്നത്? ഞാൻ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ വന്നവഴി മറക്കലെന്ന് പറഞ്ഞു. മറന്നില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല. വട്ടം കറക്കി വിടാം രാജുഭായി. അത് കുറച്ച് കഴിയുമ്പോ തന്നെ ഇതായിക്കോളും. ഒരു വളം കൂടി വളഞ്ഞാൽ മതി. ആ, എല്ലാം ഒരേപോലെ ഇരിക്കും. ശരിയാ. ഇതിനുള്ളിലേക്ക് കയറ്റി വിട്ടല്ലേ റൈറ്റിലേക്ക്. ഇതിപ്പോ എങ്ങോട്ടാ പോന്നെ? ടോർച്ചർ ടോർച്ചർ റൂം. എന്ത് റൂമാ? ടോർച്ചർ ടോർച്ചർ റൂമാ?